കഴിഞ്ഞ 4 മാസമായി ഡിസ്ക് കൊളാപ്സായി ബെൽറ്റ് ധരിച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് വിശ്വാസത്താൽ ബെൽറ്റ് വീട്ടിൽ വെച്ച് സഹോദരി ഇവിടെ കടന്നു വന്നു. സഹോദരി പറയുന്നു ഒട്ടും കുനിയാൻ പറ്റത്തില്ലായിരുന്നു, ഭയങ്കര പെയിൻ ആയിരുന്നു. പക്ഷേ പാസ്റ്റർ പ്രാർത്ഥിച്ച സമയത്ത് പറഞ്ഞു, നിങ്ങൾ ചെയ്തു നോക്കിക്കോ, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഈ സഹോദരി പറഞ്ഞു കുനിഞ്ഞു നോക്കി ഇപ്പം യാതൊരു വേദനയും ഈ സമയത്ത് അനുഭവിക്കുന്നില്ല. സഹോദരി പറയുന്നത് പൂർണ്ണമായ ഒരു സൗഖ്യം ലഭിച്ചു കഴിഞ്ഞെന്നാണ്. എനിക്ക് ഇങ്ങനെ താഴ്ന്ന് പണി ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു, ഭയങ്കര വേദന വരും. പിന്നെ പകലൊക്കെ ബെൽറ്റ് ഇട്ട് നടക്കും. ഇപ്പം ഇന്ന് ഇവിടെ വരുമ്പോൾ ഞാൻ ബെൽറ്റ് ഇട്ടില്ല, ബെൽറ്റ് ഊരി വെച്ചിട്ട് വന്നു. ഇപ്പം ഇവിടം വരെ ഞാൻ എനിക്ക് വേദനയില്ല. കഴിഞ്ഞ 4 മാസമായി ഡിസ്ക് കൊളാപ്സായി ബെൽറ്റ് ധരിച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് വിശ്വാസത്താൽ ബെൽറ്റ് വീട്ടിൽ വെച്ച് സഹോദരി ഇവിടെ കടന്നു വന്നു. സഹോദരി പറയുന്നു ഒട്ടും കുനിയാൻ പറ്റത്തില്ലായിരുന്നു, ഭയങ്കര പെയിൻ ആയിരുന്നു. പക്ഷേ പാസ്റ്റർ പ്രാർത്ഥിച്ച സമയത്ത് പറഞ്ഞു, നിങ്ങൾ ചെയ്തു നോക്കിക്കോ, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഈ സഹോദരി പറഞ്ഞു കുനിഞ്ഞു നോക്കി ഇപ്പം യാതൊരു വേദനയും ഈ സമയത്ത് അനുഭവിക്കുന്നില്ല. സഹോദരി പറയുന്നത് പൂർണ്ണമായ ഒരു സൗഖ്യം ലഭിച്ചു കഴിഞ്ഞെന്നാണ്. അമ്മ കുനിയാൻ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? എനിക്ക് ഇങ്ങനെ താഴ്ന്ന് പണി ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു, ഭയങ്കര വേദന വരും. പിന്നെ പകലൊക്കെ ബെൽറ്റ് ഇട്ട് നടക്കും. ഇപ്പം ഇന്ന് ഇവിടെ വരുമ്പോൾ ഞാൻ ബെൽറ്റ് ഇട്ടില്ല, ബെൽറ്റ് ഊരി വെച്ചിട്ട് വന്നു. ഇപ്പോൾ ഞാൻ ഇപ്പം ഇവിടം വരെ ഞാൻ കുനിഞ്ഞു, എനിക്ക് വേദനയില്ല. ഭയങ്കര വേദന വരും ഇങ്ങനെ കുമ്പിടുമ്പോഴേക്ക്. പണിയൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നിപ്പോൾ കാലിൻ്റെ തുമ്പ് വരെ ഞാൻ കുമ്പിട്ടു, എനിക്ക് ഇവിടെ വേദന വന്നില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇത് സാധാരണമാണെന്ന്? ഇത് ചുമ്മാ നടക്കുന്ന ഒരു കാര്യമാണ്. ഇത് കർത്താവ് ചെയ്തതാണ്. ഞാൻ ഉറപ്പിച്ചു വിശ്വസിക്കുന്നു ആ കല്ലറ ഇപ്പോഴും തുറന്നു കിടക്കുക. അവന്റെ കല്ലറ ഇപ്പോഴും തുറന്നു കിടക്കുകയാണ്. ആ തുറന്നു കിടക്കുന്ന കല്ലറ ഇപ്പോഴും പറയുന്ന സത്യം ഇതാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. My Jesus is alive. He is real and he will heal you now. പത്രോസ് പറഞ്ഞതുപോലെ ഞാൻ പറയണമ്മ, നിങ്ങൾ എന്നെ ഉറ്റുനോക്കേണ്ട ആവശ്യമേ ഇല്ല. എനിക്കിതിലൊരു റോളുമില്ല, ഞാൻ പ്രാർത്ഥിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നസറേനായ യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു എന്നതാണ് ഈ സഹോദരിയുടെ സാക്ഷ്യം തെളിയിക്കുന്നത്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു.